ആദ്യ പ്രേക്ഷകനെ എത്തുന്നത് കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്നും. ശ്രീ കുഞ്ഞഹമ്മദ്, ഈ ട്രംപ് പറയുന്നത് യുദ്ധമെല്ലാം എന്നെ വിജയിച്ചു കഴിഞ്ഞു, എന്നാലും ഞങ്ങളൊരു 3 ആഴ്ച കൂടി ഇനി അവിടെ യുദ്ധം തുടരും എന്നൊക്കെയാണ് പറയുന്നത്. അവരുടെ നാവികസേന തകർന്നു കഴിഞ്ഞു, വ്യോമസേനയാണെങ്കിൽ എന്നേ തകർന്നു കഴിഞ്ഞു, അവിടുത്തെ നേതാക്കളെ എല്ലാവരെയും വധിച്ചു കഴിഞ്ഞു, ഇനി അവിടെ നേതൃത്വമില്ല എന്നൊക്കെയാണ് പുള്ളി അവകാശപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ട്രംപിന്റെ ഭ്രാന്തൻ നടപടികൾ മാനവരാശിക്ക് തന്നെ ഭീഷണിയാണോ? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. ഈ ഇലക്ഷന്റെ മൂർജയ്ക്കത്തിൽ ഈ വിഷയം ചർച്ചക്കെടുത്ത താങ്കളുടെ ചാനലിനെ ഞാൻ ആദ്യമായിട്ട് അഭിവാദ്യം ചെയ്യാം. കാരണം മാനവരാശിക്ക് ഇത്രയും വലിയൊരു ഭീഷണിയുള്ള കാലം മുമ്പുണ്ടായിട്ടില്ല. ഇപ്പൊ കോഴിക്കോട് തന്നെ ജില്ലയിൽ തന്നെ നിരവധി ഹോട്ടലുകൾ പൂട്ടി, 100 കണക്കിന് തൊഴിലാളികൾക്ക് ജോലി നഷ്ടമായി. ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതെല്ലാം ചർച്ചക്കെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലാണ്. ജനങ്ങളെ മൊത്തം ബാധിക്കുന്ന പ്രശ്നം ഇത്. കണ്ടില്ലേ നിങ്ങൾ, ട്രംപ് ഒന്നൊന്നും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് പറയുന്നല്ല ട്രംപ് നാളെ പറയുന്നത്, നാളെ പറയുന്നല്ല മറ്റന്നാൾ പറയുന്നത്. ഇത് ഏറ്റുപിടിക്കാൻ കുറച്ച് രാജ്യങ്ങൾ വേറെയും ഉണ്ട്. ഇത് ഇവിടെ നിർത്തിക്കില്ലേ നമ്മളെ മഹാരാശി ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവുന്ന എനിക്ക് പറയാനുള്ളത്. ശരിയാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് കുഞ്ഞഹമ്മദ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, യഥാർത്ഥത്തിൽ നേരത്തെ കുഞ്ഞഹമ്മദ് പറഞ്ഞൊരു നിർദ്ദേശം തന്നെയാണ് നമ്മുടെ രാജ്യത്തെ അടക്കം നേരിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ അടുക്കളയിലേക്കടക്കം എത്തിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ചർച്ച ചെയ്യേണ്ടതല്ലേ? നമസ്കാരമുണ്ട്. പിന്നെ ആദ്യത്തെ ആള് കുഞ്ഞമ്മ പറഞ്ഞത് അശ്രമതി ശരിയാണ്. അപ്പോ ഇതിന്റെ ആകതിന്റെ മൊത്തത്തില് യുദ്ധം ഏറ്റെടുത്തിക്കണേ നമ്മളെ ട്രംപാണ്. ഈ ട്രംപിനെ ആദ്യമായിട്ട് വേലിയാടുന്ന പശുവിന് കോലുകൊണ്ടാണ് മരണം എന്നുള്ളത് അയാളൊന്ന് ഓർക്കണം നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ യുദ്ധം, ഇവിടെയൊക്കെ വീട്ടിൽ എന്തുമാത്രം കഷ്ടപ്പാടായി ഇപ്പൊ അറിയാം. അത് ബുക്ക് ചെയ്യാൻ കിട്ടുമെന്ന് പറഞ്ഞു, പത്രത്തിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ഗ്യാസ് ഇവിടെ കിട്ടണില്ല, വരുന്നില്ല. അവര് പറഞ്ഞു ഞങ്ങൾക്ക് എത്തിയെങ്കിലല്ലേ നിങ്ങൾക്ക് തരുള്ളൂ പറഞ്ഞു. ഇതൊക്കെ ഈ ഒരൊറ്റ മനുഷ്യനെ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഓല് തമ്മിൽ തെറ്റിയത് അങ്ങനെയാണ്. ഇങ്ങനെ ഒത്തീർപ്പാക്കിയാണ്ട് അത് എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തണം. ഞാൻ അന്നേ പറഞ്ഞ യുദ്ധം എന്ന് പറഞ്ഞാല് സർവനാശാണ്. ആ നാശാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ അയാള് പറഞ്ഞു കോഴിക്കോട് കട പൂട്ടി, തൊഴിലാളികൾ എത്ര ആള് പട്ടിണിയായി, ഇവിടെ എത്ര ആൾക്ക് ബുദ്ധിമുട്ടായി. ഇവിടെ ചായക്ക് വിലയായി, പിന്നെ കടിക്ക് വിലയായി, പിന്നെ ഇവിടെ തൊഴിലിനൊക്കെ വിലയായി, പിന്നെ ഏറെക്കുറെ അവർക്ക് ഉണ്ടാക്കും ചെയ്യാം വില. അത് ഇങ്ങനെയാണെന്നും പറയാം. നമ്മളൊക്കെ കൊടുത്ത അന്ന് 12 റുപ്യ 24 റുപ്യൊക്കെ ഒരു ചായയും കടി ഞാൻ കുടിച്ചു. അതിന് ഇതുവരെ കൊടുത്തതിന് 20 റുപ്യക്കും. ഇതൊക്കെ ഈ ചെങ്ങായിനെ കൊണ്ട് ഇടങ്ങാറാണ്. അഭിപ്രായം വളരെ വ്യക്തമാണ്. നാട്ടിലൊരു ചായ കുടിക്കണമെങ്കിൽ ഇതുവരെ 10 രൂപയ്ക്ക് ചായ കുടിക്കുന്നെങ്കിൽ ഇനി 12 രൂപയ്ക്ക് ചായ കുടിക്കേണ്ട അവസ്ഥയിലേക്ക് നാട്ടുകാരെ എത്തിച്ചിരിക്കുന്നതും ഈ ട്രംപിന്റെ വിക്രിയകൾ തന്നെയാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, യഥാർത്ഥത്തിൽ ഈ ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇത്തരം ഭ്രാന്തമായ നീക്കങ്ങൾ മാനവരാശിക്ക് തന്നെ ഭീഷണിയാണോ? കിരൺ സാർ, 3 ആഴ്ച മുമ്പും ഈ ട്രംപ് പറഞ്ഞിരുന്നതാണ്. ആ 3 ആഴ്ച കഴിഞ്ഞിപ്പം മാസങ്ങളായി. ഇപ്പൊ എന്താ വെച്ചാൽ ഇന്ത്യക്കകത്ത് ദാരിദ്ര്യം ഉണ്ടാകുന്നുള്ള സ്റ്റേജ് വരെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് 3 ആഴ്ചത്തെ റേഷൻ ഒന്നിച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ 2 ആഴ്ചത്തെ റേഷൻ ഒന്നിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനമേ നമുക്കിവിടെ ഉള്ളൂ. റേഷൻ കടകളിൽ 3 ആഴ്ചത്തെ അരി സ്റ്റോക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനമില്ല. അപ്പൊ നമ്മളെ ഇന്ത്യക്കകത്ത് ഈ യുദ്ധത്തിന്റെ അലേടികൾ കാര്യമായിട്ട് എത്തിക്കഴിഞ്ഞു. അതിന്റെ പ്രധാന തെളിവാണ് 3 ആഴ്ചത്തെ റേഷൻ നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തുള്ള ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്. ഏതായാലും യുദ്ധം ഇനി നീണ്ടു പോകുന്നതിൽ വളരെയേറെ ബുദ്ധിമുട്ട് വരുന്നു. സാറ് 12 രൂപയുടെ കാര്യം പറഞ്ഞല്ലോ. സാർ 12 രൂപയ്ക്ക് ചായ ഇന്ന് കുടിച്ച ആളാണ് ഞാൻ. വടയ്ക്കും ആ ചായക്കും 2 രൂപയോളം വർദ്ധിച്ചു കഴിഞ്ഞു സാർ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ സിദ്ധനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ സിദ്ധൻ, യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ തെറ്റായ നയങ്ങൾ അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങൾ ലോകത്തെ ആകമാനം ഇപ്പോൾ ആശങ്കയിൽ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, നമസ്കാരം സാർ. ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പൊ 2-3 പ്രാവശ്യം ന്യൂസ് സൈറ്റിൽ തന്നെ ചർച്ച. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.